ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി. അതിനകത്ത് നമുക്ക് ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ കണ്ണാടി പിടിപ്പിക്കുന്ന ആ ബ്രാക്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കണ്ണാടി പിടിപ്പിക്കാൻ ടൈറ്റ് ആവില്ല. അപ്പോൾ അത് നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെയാണ് ഇവിടുത്തെ കേട്ടോ. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റടിയിൽ 2 ത്രെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്താലും പിന്നീട് അത് പണിയായിട്ട് വരും. അപ്പോൾ നമുക്കത് മാറ്റിയിടണം കേട്ടോ. അതായത് ആ സൈഡിലത്തെ ബ്രാക്കറ്റ് യൂണിറ്റ് മാറ്റണം. അതേപോലെ തന്നെ അതിൻ്റെ ഈ ബ്രേക്കിൻ്റെ ഒരു സ്വിച്ചും ഇവിടെ ഔട്ടർ തള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഈ സൈഡിൽ തന്നെ തന്നെയാണ് അതിനകത്ത് തന്നെ. അപ്പോൾ അതും കൂടി മാറ്റിയിട്ടേക്കാം. അതല്ലെങ്കിൽ പിന്നീട് ഇതിങ്ങനെ ഔട്ടർ ലൂസ് ആണതുണ്ടോ. പിന്നീട് നമ്മളതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ബ്രേക്ക് സ്വിച്ച് കാര്യങ്ങളൊക്കെ ബ്രേക്ക് സെൽഫ് എടുക്കാത്ത സിറ്റുവേഷൻ വന്നാൽ പിന്നെ അത് നമുക്ക് കഴിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ ബ്രേക്ക് സ്വിച്ച് അത് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ബ്രാക്കറ്റും ഓവലായി ഹോൾ ഓവലായി ഉപയോഗിക്കണം. അപ്പോൾ അത് ആ സെറ്റാണ്. ഇത് വലിയ റേറ്റ് ഒന്നും ഒരു 10 രൂപ 12 രൂപ അങ്ങനെ ഉണ്ടാകും. പിന്നെ ഈ ബ്രാക്കറ്റ് മാറണം, ഈ ബ്രേക്ക് സ്വിച്ച്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറിനേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേ ഓയിലിൻ്റെ അളവ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് ലെവൽ വളരെ വ്യത്യാസമുണ്ട്. അതായത് സാധാരണ നമുക്കൊരു 750-800 മില്ലി വരെ നമ്മളിതിനകത്ത് ഫില്ല് ചെയ്യാറുണ്ട്. ഊറ്റണ സമയത്ത് എന്തായാലും നമുക്കൊരു 650 മില്ലി എന്തെങ്കിലും കിട്ടാറുണ്ട് സാധാരണ ഓയിൽ മാറ്റണ സമയത്ത്. ബാക്കിയത്തെ കുറഞ്ഞു പോകും. പക്ഷേ ഇത് നമുക്ക് ലെവൽ വളരെ കുറവ് കാണിക്കുന്നുണ്ട്. ഓയിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 3000 കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് ഓയിൽ മാറ്റേണ്ടി വരാം, ഓരോ 3000 കിലോമീറ്ററും. അപ്പോൾ നെക്സ്റ്റ് അടുത്ത 3000 ഇപ്പോൾ നമുക്ക് എന്തായാലും ഓയിൽ ലെവൽ കുറവുള്ളതുകൊണ്ട് ഇടയ്ക്കൊന്ന് കയറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് ഓയിൽ ലെവൽ ഒന്ന് കറക്റ്റ് നോക്കണം കേട്ടോ. കുറഞ്ഞ് പോകണ്ടെങ്കിൽ നമ്മളൊന്ന് കറക്റ്റായിട്ട് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട് കുറഞ്ഞെന്നുള്ള ദിവസം നോക്കണത്. ഇതിപ്പോൾ ഓയിൽ മാറ്റാനായിട്ട് വൈകി കുറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. ഇനി വേറെ ഏതെങ്കിലും രീതിയിലോ ലീക്കോ പിന്നെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ലീക്കൊന്നും കാണാനില്ല. അപ്പോൾ അതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മളൊരു സംശയം വെച്ചിട്ട് പിന്നെ അത് കൊണ്ടുനടക്കണ്ട. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒന്ന് കയറ്റി നോക്കാം. ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്ന് കയറ്റി ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഓയിൽ ചേഞ്ചും ആ ബ്രാക്കറ്റൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര വരുന്നത് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.